ഹലോ വെൽക്കം ബാക്ക്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമുക്ക് മീനും വെജിറ്റബിൾസും ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി. ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുമ്പളങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുമ്പളങ്ങ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വേവ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന ആ ഒരു സമയം വരെ ഇത് വേവിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് നമ്മൾ ഒരു സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുമ്പളങ്ങ വേവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രീസറിലിരുന്ന തേങ്ങയാണ്. ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ടുള്ള തേങ്ങയാണ്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ 4 ഉള്ളി, പിന്നെ ആവശ്യത്തിന് പുളി, അതായത് കുറച്ച് ചെറിയൊരു പീസ് പുളി, പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെയാണ് നമ്മളെ കുമ്പളങ്ങയും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു അരപ്പില്ലേ, അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മീൻകറിയൊക്കെ വെക്കുന്ന അതേ അരപ്പ് തന്നെയാണ് ഇതിലും എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ മീനില്ലാന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. സെയിം അതേ അരപ്പ് തന്നെയാണ്. ഇനി അതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് നമ്മൾ സാധാരണ മീൻകറിയിലൊക്കെ ഇടുന്നത് പോലെ പച്ചമുളക് ഒരു 2 ഇതുപോലെ 2ആയിട്ട് കീറിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളിയുടെ ഹാഫാണ് സ്ലൈസ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 1/4 ടീസ്പൂൺ വറുത്ത ഉലുവാപ്പൊടിയാണ്. അപ്പം കറിവേപ്പിലയും ഉലുവയും കൂടെ ഒരുമിച്ച് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഒരു 1/4 ടീസ്പൂൺ കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ കുമ്പളങ്ങ വേവിക്കുന്ന ആ ഒരു സമയത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് വേണം ബാക്കി ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് നല്ലപോലെ തിളപ്പിച്ചൊന്ന് എടുത്തിട്ടുണ്ട്. തീരെ ഇനി ഇതിനെ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് നമുക്ക് താളിച്ചൂടെ എടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകും, പിന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, വറ്റൽമുളകും, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് നമുക്കൊന്ന് താളിച്ചെടുക്കണം. കുമ്പളങ്ങ എന്ന് പറയുന്നത് നമുക്ക് വയറിനൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ കുമ്പളങ്ങയ്ക്ക് പകരം നമുക്ക് കായില്ലേ, പച്ചക്ക, അത് വേണമെങ്കിലും ഇതിന് ഈ കറിക്ക്, അതായത് കുമ്പളങ്ങയ്ക്ക് പകരം നമുക്ക് കായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ താളിച്ചത് ഇതുപോലെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ പരിപാടി. അപ്പം മീനും വെജിറ്റബിൾസും ഒന്നും ഇല്ലെങ്കിൽ നമുക്കിതാ ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറ് എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ കഴിക്കുന്നത് തന്നെ ശരിക്കും അറിയാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.